Hi and welcome to the new video. In this video, I'll be discussing about the frequency sampling method of designing FIR filters. Okay, ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിൻഡോ ഡിസൈൻ മെത്തേഡ് ആയിരുന്നു. സോ ഇത് വേറൊരു മെത്തേഡാണ് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡിൽ നമുക്ക് എന്താ പറയുക, ലെറ്റ് എച്ച് ഓഫ് എൻ ബി ദ ഫിൽട്ടർ കോഎഫിഷ്യൻസ് ഓഫ് എൻ FIR ഫിൽട്ടർ. എച്ച് ഓഫ് എൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫിൽറ്ററിൻ്റെ കോഎഫിഷ്യൻസ്. എച്ച് ഓഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിൽട്ടർ കോഎഫിഷ്യൻസിൻ്റെ ഡി എഫ് ടി ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓൾറെഡി നമ്മളിതിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എച്ച് ഓഫ് എന്നിൻ്റെ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എച്ച് ഓഫ് കെ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്. എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/n. എൻ പോയിന്റ് ആണ്, എൻ പോയിന്റ് DFT ആണ്. സോ എച്ച് ഓഫ് എൻ ഈക്വൽ ടു 1/n സിഗ്മ കെ ഈക്വൽ ടു 0 to n-1 h of k e raised to j 2 pi nk divided by capital N, where n varies from 0 to n-1, and h of k is equal to, which is the DFT of h of n, equal to sigma n equal to 0 to n-1 h of n e raised to minus j 2 pi nk by n, where k varies from 0 to n-1. ഇതാണ് നമ്മുടെ എച്ച് ഓഫ് കെയ്ക്കും എച്ച് ഓഫ് എന്നിനും ഉള്ള റെപ്രസെൻറ്റേഷൻസ് വരും. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് കെയുടെ വാല്യൂം എച്ച് ഓഫ് എന്നിൻ്റെ വാല്യൂം കാണാം. നൗ the DFT samples h of k for the FIR sequence can be regarded as samples of the filter Z transform evaluated at n points equally spaced on the unit circle. അതായത് DFT samples h of k h of k എന്ന് പറയുന്ന DFT samples for the FIR filter can be regarded as the samples of Z transform. അപ്പോൾ ഈ DFT samples എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്ററിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ എന്തെന്ന് പറയാം, സാമ്പിൾസ് ആയിട്ട് പറയാം. അറ്റ് ഈക്വലി സ്പേസ്ഡ് എൻ പോയിന്റ്സ്, എൻ സ്പേസ്ഡ് ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് അറൗണ്ട് ദ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി സാമ്പിളിംഗ് എന്ന് പറയുന്നുണ്ട്. DFT എന്ന് പറയുന്നത് സെറ്റ് ട്രാൻസ്ഫോമിനെ എന്താ സാമ്പിളിംഗ് ചെയ്തിട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇവിടെ എഴുതാം എന്തെന്ന്, ദാറ്റ് ഈസ് h of k is equal to what, h of z തന്നെയാണ് എന്നാണ് പറയുന്നത്, പ്രൊവൈഡഡ് ഏതാ നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ആ ഒരു പീരീഡ് എവിടെയാണെന്നുള്ളതാണ് പറയുന്നത്. അറ്റ് z ഈക്വൽ ടു what, e raised to j 2 pi k divided by n. ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള n പോയിന്റ്സ് അറൗണ്ട് ദ യൂണിറ്റ് സർക്കിൾ നമുക്ക് ഇങ്ങനെ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് കെ കിട്ടുന്ന രീതിയിലാണ് പറയുന്നത്, അല്ലേ? ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ 3 എന്നുള്ള രീതിയിൽ വിളിക്കാം. സോ ദിസ് ഈസ് അവർ തേർഡ് ഇക്വേഷൻ. ഇതാണ് ഇപ്പോൾ നമുക്ക് അവിടെ കിട്ടിയത്. ഇതാണ് പറഞ്ഞത് DFT സാമ്പിൾസ് എച്ച് ഓഫ് കെ ഫോർ എൻ FIR സീക്വൻസ്. അതായത് എച്ച് ഓഫ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ഓഫ് കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഫിൽറ്ററിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമിനെ n ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് ആയിട്ട് സാമ്പിൾ ചെയ്താൽ മതി യൂണിറ്റ് സർക്കിളിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള. നൗ the transfer function h of z നെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിളിക്കുന്നത്, ഓഫ് എൻ FIR ഫിൽട്ടർ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എൻ FIR filter with impulse response is given by എങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എച്ച് ഓഫ് സെഡ് കിട്ടുന്നത്. അത് ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ, ബേസിക് ഡെഫിനേഷൻ ഇക്വേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എച്ച് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 എച്ച് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. ഓക്കെ, ഇത് നമ്മുടെ ബേസിക് ഡെഫിനേഷൻ ഇക്വേഷൻ ആണ്. ദിസ് ഈസ് അവർ ഫോർത്ത് ഇക്വേഷൻ. ഇതിൽ എച്ച് ഓഫ് എൻ ആണ് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ഇനി ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് എച്ച് ഓഫ് എന്നിന് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 4. ഓക്കെ, ഇക്വേഷൻ 1 ഇക്വേഷൻ 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ,
ഇതുവരെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എച്ച് ഓഫ് എൻ്റെ ഡെഫിനേഷൻ ഇക്വേഷനാണ് 1/n സിഗ്മ കെ ഈക്വൾ ടു 0 to n - 1 എച്ച് ഓഫ് കെ ഇ റേസ് ടു പോസിറ്റീവ് ആണ് പവർ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കെയിലാണ്, ഇതിൻ്റെ ലിമിറ്റ് എന്നിലാണ്. അതാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്ത് എഴുതുന്നു. ഞാൻ എല്ലാം വൈറ്റ് കളറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണേ. സോ എച്ച് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു പുറമേ ഉള്ള ഇത് അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും സിഗ്മ n ഈക്വൽ ടു 0 to n - 1. അത് മാറരുത്. എച്ച് ഓഫ് എന്നിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതെന്താണ് 1/n സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 to n - 1. ഉള്ളിൽ എന്താ എച്ച് ഓഫ് കെയുടെ ആണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ ഡി എഫ് ടിയുടെ ഇൻവേഴ്സ് എന്ന രീതിയിൽ എച്ച് ഓഫ് കെ ഇ റേസ് ടു പോസിറ്റീവ് ജെ 2/k n ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി പുറത്ത് ഒരു സെഡ് റേസ് ടു മൈനസ് എന്നും കൂടി നിൽക്കുന്നുണ്ട് ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എന്ന് വരും. അപ്പോൾ അതൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കെയുടെ ലിമിറ്റ് ഞാൻ പുറത്തേക്ക് എടുക്കും. സിഗ്മ കെ ഈക്വൽ ടു 0 to n - 1 പുറത്തേക്ക് എടുത്തു. അതേപോലെ എച്ച് ഓഫ് കെയിനും പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഒരു ബൈ n ഉണ്ടാകുന്നു ഡിവൈഡ് ബൈ n. സിഗ്മ n ലിമിറ്റ് ഉള്ളിലേക്ക് വരുന്നു 0 to n - 1. ബാക്കി അവിടെ നിൽക്കുന്നത് എന്താ, ഇവർ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്തു. അതായത് ഇപ്പോൾ എനിക്ക് രണ്ടുപേരും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാം, ഇ റേസ് ടു ജെ 2/k ഡിവൈഡഡ് ബൈ n സെഡ് റേസ് ടു -1, അതായത് ഹോൾ ടു ദ പവർ n എന്നുള്ള രീതിയിൽ എഴുതണം. ഓക്കെ, എഴുതാലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ജി പി ആയിട്ട് മാറും. ഇപ്പോൾ ബാക്കിയുള്ളത് അതേപോലെ നിർത്താം നമുക്ക്. സിഗ്മ കെ ഈക്വൽ ടു 0 to n - 1 എച്ച് ഓഫ് കെ ഡിവൈഡഡ് ബൈ n ഇൻറ്റു ബാക്കി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 1 മൈനസ് ആർ റേസ് ടു 0 to n - 1 ആയതുകൊണ്ട് ആർ റേസ് ടു n വരും. സോ 1 മൈനസ് ആർ റേസ് ടു n. ആർ എന്ന് പറയുന്നത് ഈ സാധനം, അതായത് സിഗ്മ n ഈക്വൽ 0 to n - 1 ആർ റേസ് ടു n എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. സോ 1 മൈനസ് ഈ ടേം തന്നെ വിളിക്കുന്ന നമ്മൾ എടുത്ത് എഴുതുന്നു ഇ റേസ് ടു ജെ 2/k ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N സെഡ് റേസ് ടു -1 ഹോൾ റേസ് ടു ക്യാപിറ്റൽ N എന്ന് വരും ന്യൂമറേറ്ററിൽ, ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. സോ 1 മൈനസ് ആർ ഈ ടേം മാത്രം ഇ റേസ് ടു ജെ 2/k ഡിവൈഡഡ് ബൈ n സെഡ് റേസ് ടു -1 എന്ന് വരും. ഇതാണ് നമ്മൾ ആ ജി പിനെ അവിടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വരുന്നത് അല്ലേ. ഇനി ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഹോൾ റേസ് ടു n ഉണ്ട്. ഈ n ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തായി മാറും, ഈ ടേം ഇ ടു ദ പവർ ടേം എന്തായി മാറും, ഈ n ക്യാൻസലായി ഇ റേസ് ടു ജെ 2/k വരും. ഇ റേസ് ടു ജെ 2/k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. അപ്പോൾ ഇവിടെ ഉള്ളിൽ വരാൻ പോകുന്നത് എന്താ, 1 മൈനസ് സെഡ് റേസ് ടു -n ആണ് വരാൻ പോകുന്നത്. താഴത്ത് ആ ടേം അതേപോലെ ഉണ്ടാവും. അപ്പോൾ അതിനെ ആണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതുന്നു, ഇപ്പോൾ ലിമിറ്റ് കേക്കാണ്. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയി മാറും 1 മൈനസ് സെഡ് റേസ് ടു -n എന്നുള്ളത്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കാം നമുക്ക്. 1 മൈനസ് സെഡ് റേസ് ടു -n ഡിവൈഡഡ് ബൈ എന്നും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കിയെല്ലാം കെയിലാണ് ലിമിറ്റ്. സോ കെയുടെ സാധനങ്ങളൊക്കെ അവിടെ നിർത്താം. k ഈക്വൽ ടു 0 to n - 1 എച്ച് ഓഫ് കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു ജെ 2/k ബൈ n സെഡ് റേസ് ടു -1. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. എന്ത് ഈക്വൽ ടു ആണ്, എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു, പക്ഷെ നമുക്ക് അറിയാം ഇക്വേഷൻ വേണമെങ്കിൽ നമ്പർ ഇടാം കേട്ടോ. അത് നമ്മളുടെ 5th ഇക്വേഷൻ അല്ലേ. ദിസ് ഈസ് അവർ 5th ഇക്വേഷൻ. നൗ വി നോ ദാറ്റ് എച്ച് ഓഫ് ഒമേഗ എന്താ, എച്ച് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അറ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റിലാന്ന് ചോദിച്ചു. എച്ച് ഓഫ് ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു 2/k ബൈ n. ഓക്കെ, എച്ച് ഓഫ് ഒമേഗ 2/k ബൈ n എന്ന് പറഞ്ഞാൽ എന്താ വരിക, എച്ച് ഓഫ് ആണെങ്കിൽ ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇ റേസ് ടു ജെ 2/kn ഡിവൈഡഡ് ബൈ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ത് തന്നെയാണ് കിട്ടുക, എച്ച് ഓഫ് കെ തന്നെയാണ് കിട്ടുക. അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി എഫ് ടിനെ, ദാറ്റ് ഈസ് എച്ച് ഓഫ് കെ ഈസ് ദ കേത്ത് ഡി എഫ് ടി കോമ്പോണൻറ്റ്. എച്ച് ഓഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേത്ത് ഡി എഫ് ടി കോമ്പോണൻ്റ് ആണ് ഒപ്റ്റൈൻ ബൈ സാമ്പിളിംഗ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ഈ എച്ച് ഓഫ് ഒമേഗ എന്ന ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് ഡി എഫ് ടി കിട്ടിയ ഇതാണ് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം എന്താ, എച്ച് ഓഫ് കെ
of k is the kth df is a kth DFT component obtained by sampling the frequency response. അതായത് നമുക്ക് എച്ച് ഓഫ് കെ എന്ന് പറഞ്ഞ ഡി എഫ് ടി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി റെസ്പോൺസിന് എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ഒമേഗ ഈക്വൽ ടു 2πk/n ആ പെർട്ടിക്കുലർ പോയിന്റിൽ സാമ്പിൾ ചെയ്താൽ മതി. അതായത് kth DFT കോമ്പോണന്റ് ആണ് എന്ത് നമ്മളുടെ എച്ച് ഓഫ് കെ എന്ത് പറയുന്നത് കെ എന്ന് പറയുന്നത്. ആൻഡ് ആസ് സച്ച് ദിസ് അപ്രോച്ച് ഈസ് കോൾഡ് ദ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് റിയലൈസേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് വെറുതെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എച്ച് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ കെ ഈക്വൽ ടു 0 to n മൈനസ് 1 ജി കെ ഓഫ് സെഡ് എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഫംഗ്ഷനെ നമ്മൾ ജി കെ ഓഫ് സെഡ് എന്ന് വിളിക്കുന്നു. ഈ ഒരു ഫംഗ്ഷൻ അതായത് ജി കെ ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു ജെ 2πk/n സെഡ് റേസ് ടു മൈനസ് 1 k varies from 0 to n minus 1. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജി കെ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഓഫ് ഫസ്റ്റ് ഓർഡർ അല്ലേ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദിസ് ജി കെ ഓഫ് സെഡ് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. സോ ദിസ് ഈസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ FIR ഫിൽട്ടർ. ഒരു FIR ഫിൽറ്ററിൻ്റെ ഫസ്റ്റ് ഓർഡർ FIR ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നല്ല രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ദ പോൾസ് ലൈ ഓൺ ദ യൂണിറ്റ് സർക്കിൾ അറ്റ് ഇക്വി ഡിസ്റ്റൻസ് പോയിന്റ് അല്ലേ. ഒരു യൂണിറ്റ് സർക്കിളിൽ ലൈ ചെയ്യുന്ന പോൾസ് ആയിട്ട് ഇക്വി ഡിസ്റ്റൻസ് പോയിന്റിൽ ലൈ ചെയ്യുന്ന പോൾസ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഇതിനെ നമുക്ക് എങ്ങനെ റിയലൈസ് ചെയ്യാം, നമുക്ക് താഴെ കാണിച്ചിട്ടുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റിയലൈസ് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ റിയലൈസേഷൻ ചെയ്യാം. പിന്നെ വീണ്ടും റിയലൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഒന്നും ഇല്ല. ഇത് മൊത്തത്തിൻ്റെ റിയലൈസേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഇത് ഈ ഒരു പോർഷൻ ഇൻറ്റു ഈ ഒരു പോർഷൻ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. വേണമെങ്കിൽ കാസ്കേഡിംഗ് എന്നുള്ള രീതിയിൽ കണക്കാക്കാം. ഈ ഒരു പോർഷനാണ് ആദ്യം ചെയ്തത്. 1/n വേണം, പിന്നെ ഒരു സെഡ് റേസ് ടു മൈനസ് n. അപ്പോൾ അതാണ് ഇവിടെ എടുത്തത്. അപ്പോൾ ഈ ഒരു പോർഷൻ കിട്ടി. ഇൻറ്റു ഇനി ഇവിടെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് സമ്മാണ്. അപ്പോൾ പാരലൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പാരലായിട്ട് റിയലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ G0 G1 G2 G3 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാരലുകൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് y of n കിട്ടും. ഇതാണ് അതിൻ്റെ റിയലൈസേഷൻ വരിക. ഇനി ഇതിലെ ജി കെ ഓഫ് സെഡിനെ ചിലപ്പോൾ നമ്മൾ റെസനന്റ് ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. റെസനന്റ് ഫിൽറ്റേഴ്സ്, ഈ ജി കെ ഓഫ് സെഡിനെ റെസനന്റ് ഫിൽറ്റേഴ്സ് എന്നും ചിലപ്പോൾ വിളിക്കാം. റെസൊനന്റ് ഫിൽറ്റേഴ്സ് ജി കെ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞുണ്ട്, അതാണ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ബിക്കോസ് ദേ ആർ റെസൊനന്റ് അറ്റ് ദ സാമ്പിൾ വാല്യൂ ഓഫ് ഗേറ്റ് ഫ്രീക്വൻസി. ഇപ്പോൾ റെസൊനന്റ് അറ്റ് സാമ്പിൾ വാല്യൂ ഓഫ് ഗേറ്റ് ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് ഇതിനെ റെസൊനന്റ് ഫിൽറ്റേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ജസ്റ്റ് നമുക്ക് ആ ഫ്രീക്വൻസി റെസ്പോൺസിന് വേണമെങ്കിൽ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാം. അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എൻ FIR ഫിൽറ്റർ ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ സെറ്റിംഗ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ അല്ലേ. നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി റെസ്പോൺസ് ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ setting z equal to e raised to j omega in the basic equation. അതായത് നമ്മളുടെ മറ്റേ ഇക്വേഷനിൽ ഇ റേസ് ടു സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് ഒമേഗ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. എച്ച് ഓഫ് സെഡിൻ്റെ ഇക്വേഷനിൽ സെഡ് ഉള്ളിടത്തൊക്കെ ഇ റേസ് ടു ജെ ഒമേഗ കൊടുത്തത്. ഞാൻ ഡയറക്റ്റ് എഴുതുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് എൻ്റെ ആ ഇക്വേഷൻ. സോ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എൻ വരും ആദ്യത്തെ ടേം. പിന്നെ നമ്മൾ സിഗ്മ കെയിലുള്ള സിഗ്മ 0 to n മൈനസ് 1 എച്ച് ഓഫ് കെ ആണ് ന്യൂമറേറ്ററിൽ നിൽക്കുന്നത് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആദ്യത്തെ ടേം അതേപോലെ തന്നെ ആയിരിക്കും ഇ റേസ് ടു ജെ 2πk ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ടേം അതേപോലെ തന്നെ സെഡ് റേസ് ടു മൈനസ് 1 ആണുള്ളത്. സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് വരും. ഓക്കെ,
അപ്പോൾ ഇതിൽ നിന്ന് ഒരു കോമൺ ആയിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു എക്സ്പ്രഷനെ ഇതിനൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് അറിയുന്ന സൈൻ കോസൈൻ എന്നുള്ള ആ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്നത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ബൈ ടുവിനെ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. ഇ റേസ് ടു ജെ ഒമേഗ എൻ ബൈ ടുവിനെ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ അവിടെ വരിക? ഇ റേസ് ടു ജെ ഒമേഗ എൻ ബൈ ടു എന്തായാലും വരണം, മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് ജെ ഒമേഗ എൻ ബൈ ടു ഡിവൈഡഡ് ബൈ നമ്മളുടെ എൻ അവിടെ തന്നെ ഉണ്ട്, എവിടേക്കും പോയിട്ടൊന്നുമില്ല, ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1. അവിടെ ഇപ്പോൾ തൽക്കാലം ഇത് എച്ച് ഓഫ് കെ തന്നെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് എന്നൊന്ന് കമ്പൈൻ ചെയ്തു ഈയുടെ പവറിലായാലും. അപ്പോൾ ഇ റേസ് ടു മൈനസ് ജെ ഇൻറ്റു ഒമേഗ മൈനസ് 2 k ബൈ എന്നുള്ള ഫോമാറ്റിലേക്ക് എഴുതി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ബൈ ടു ഡിവൈഡഡ് ബൈ എന്നിനെ പുറത്തേക്ക് നിർത്തി എന്ന് വിചാരിച്ചോ. ബാക്കി സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എച്ച് ഓഫ് കെയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ബാക്കി ഉണ്ടായിരുന്നതിനെ ഇ റേസ് ടു ജെ ഒമേഗ എൻ ബൈ ടു മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ബൈ ടു ഡിവൈഡഡ് ബൈ താഴെയും ഇതേപോലെ നമ്മൾ ഒരു ടേമിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അതായത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ ടു മൈനസ് പൈ കെ ബൈ എൻ എന്നുള്ളതിനാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അവിടെ ബാക്കി വരിക ഇ റേസ് ടു ജെ ഓഫ് ഒമേഗ ബൈ ടു മൈനസ് പൈ കെ ബൈ എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ ടു മൈനസ് പൈ കെ ബൈ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ആ ഫെമിലിയർ ഫോർമാറ്റിലേക്ക് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എന്തെന്ന് എഴുതാൻ വേണമെങ്കിൽ സുഖമായിട്ട് അതിനെ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ മൈനസ് 1 ബൈ 2 എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടും, ഡിവൈഡഡ് ബൈ എൻ. അത് വന്നാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സാധനം കൂടി ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എച്ച് ഓഫ് കെ അവിടെ തന്നെ നിൽക്കും, ഇ റേസ് ടു മൈനസ് ജെ പൈ കെ ബൈ എൻ സൈൻ ഒമേഗ എൻ ബൈ ടു, ഒരെണ്ണം സൈൻ ഒമേഗ എൻ ബൈ ടു ടേം വരും, ഡിവൈഡഡ് ബൈ അടുത്തതും എന്ത് സൈൻ തന്നെയാണ്, സൈൻ ഒമേഗ ബൈ ടു മൈനസ് പൈ കെ ഡിവൈഡഡ് ബൈ എൻ എന്നും കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു എൻ മൈനസ് 1 ബൈ 2 divided by n sigma k equal to 0 to n minus 1 h of k into e raised to minus j pi k divided by n baki sin n into omega by 2 minus k pi by n divided by sin omega by 2 minus pi k by n. ഇപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് അവസാനം എഴുതാം.